നക്ഷത്രലോകത്തെ അദ്ഭുതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ കിലോനോവ എന്ന പുതിയൊരു സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏറ്റവും വലിയ നക്ഷത്രങ്ങൾ അവയുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ സ്ഫോടനങ്ങളോടെ വിട പറയുന്നു. ഈ സ്ഫോടനങ്ങളാണ് പ്രപഞ്ചത്തിൽ കാർബൺ, ഇരുമ്പ് തുടങ്ങിയ ഭാരം കൂടിയ മൂലകങ്ങൾ നിറയ്ക്കുന്നത്. സൂപ്പർനോവ ഒരു നക്ഷത്രത്തിന്റെ സ്ഫോടനമാണ്. എന്നാൽ കിലോനോവ സംഭവിക്കുന്നത് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കുമ്പോഴാണ്. ഇത് സ്വർണം, യുറേനിയം പോലുള്ള അതിഭാരം കൂടിയ ഘടകങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ അതിഭാരം കൂടിയ മൂലകങ്ങളാണ് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകൾ. അതിനാൽ കിലോനോവ കണ്ടെത്തുന്നത് പ്രപഞ്ച പഠനത്തിന് നിർണായകമാണ്. ഇതുവരെ ഒരു കിലോനോവ മാത്രമാണ് വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2017 നടന്ന GW170817 എന്ന ചരിത്രപരമായ സംഭവമാണത്. ആദ്യ കിലോനോവയിൽ 2 ന്യൂട്രോൺ നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ച് സ്പേസ് ടൈമിൽ തിരമാലകൾ അഥവാ ഗുരുത്വാകർഷണ തരംഗങ്ങൾ സൃഷ്ടിച്ചു. അതോടൊപ്പം പ്രകാശ തരംഗങ്ങളും പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചു. നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ ലൈഗോ, അതിന്റെ യൂറോപ്യൻ പങ്കാളി വിർഗോ എന്നിവ ഗുരുത്വാകർഷണ തരംഗങ്ങൾ കണ്ടെത്തി. ലോകമെമ്പാടുമുള്ള ദൂരദർശിനികൾ പ്രകാശ തരംഗങ്ങളും നിരീക്ഷിച്ചു. ഇപ്പോഴിതാ ജ്യോതിശാസ്ത്രജ്ഞർ രണ്ടാമതൊരു കിലോനോവ സംഭവത്തിന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് AT2025 അൾസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എങ്കിലും ഈ സംഭവം കൂടുതൽ സങ്കീർണമാണ്. കാരണം ഇതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു സൂപ്പർനോവ സ്ഫോടനം നടന്നതായി കരുതുന്നു. ഇത് നിരീക്ഷണങ്ങളെ മറച്ചുപിടിച്ചു. ഈ സൂപ്പർനോവ സ്ഫോടനം കാരണം കിലോനോവയുടെ വ്യക്തമായ കാഴ്ച ലഭിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് പ്രയാസമായി. പക്ഷേ ചിലർ ഈ സംഭവത്തിൽ പ്രതീക്ഷ കൈവിടുന്നില്ല. ആദ്യ 3 ദിവസങ്ങളിൽ AT2025 അൾസ് 2017 കിലോനോവ പോലെ തോന്നി. എന്നാൽ പിന്നീട് അതിന് മാറ്റം വരാൻ തുടങ്ങി. കൽടെക്കിലെ മാൻസി കസ്ലിവാൾ പറയുന്നതനുസരിച്ച് ആദ്യ 3 ദിവസങ്ങളിൽ ഈ സ്ഫോടനം 2017 കിലോനോവ പോലെയായിരുന്നു. പലരും ഇതിന്റെ നിരീക്ഷണങ്ങൾ തുടർന്നു. ഓഗസ്റ്റ് 18, 2025 ലൈഗോ വിർഗോ ഡിറ്റക്ടറുകൾ ഒരു പുതിയ ഗുരുത്വാകർഷണ തരംഗ സിഗ്നൽ പിടിച്ചെടുത്തു. ഇത് 2 വസ്തുക്കളുടെ കൂട്ടിയിടിയായിരിക്കാം. അതിലൊന്നിന് അസാധാരണമായി കുറഞ്ഞ പിണ്ഡമായിരുന്നു. സ്വിക്കി ട്രാൻസിയൻ ഫെസിലിറ്റി ZTF കണ്ടെത്തിയ ഈ വസ്തു വേഗത്തിൽ മങ്ങുകയും ചുവപ്പ് തരംഗദൈർഘ്യത്തിൽ തിളങ്ങുകയും ചെയ്തു. ഇത് കിലോനോവയുടെ ലക്ഷണമായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം AT2025 അൾസ് വീണ്ടും തിളങ്ങാൻ തുടങ്ങി, നീലയായി മാറി. അതിന്റെ സ്പെക്ട്രത്തിൽ ഹൈഡ്രജൻ കാണിച്ചു. ഇത് ഒരു സൂപ്പർനോവയുടെ ലക്ഷണമാണ്. ഈ വിചിത്രമായ സംഭവം ഒരു സൂപ്പർ കിലോനോവ ആകാനാണ് സാധ്യതയെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ വാദിക്കുന്നു. അതായത് ഒരു സൂപ്പർനോവ സ്ഫോടനം വഴി ഉത്തേജിപ്പിക്കപ്പെട്ട കിലോനോവ. സാധാരണയായി സൂപ്പർനോവകൾ ലൈഗോ, വിർഗോ എന്നിവയ്ക്ക് കണ്ടെത്താൻ കഴിയുന്നത്ര ഗുരുത്വാകർഷണ തരംഗങ്ങൾ സൃഷ്ടിക്കില്ല. അതിനാൽ AT2025 അൾസ് ഒരു സാധാരണ സൂപ്പർനോവയാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ പുതിയ സാധ്യതയെക്കുറിച്ച് കൂടുതൽ കണ്ടെത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി.